പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമായെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തുമെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കായി റെയിൽവേയുടെ വിദഗ്ധ സംഘം ജൂലൈയിൽ കേരളത്തിലെത്തും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവർ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്കാണ് ഇപ്പോൾ സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത്. രണ്ടാമതായി റെയിൽവേയുടെ 3-4 പാതകൾ നിർമ്മിക്കാനാണ് മുൻഗണന. അക്കാര്യങ്ങൾ വേഗത്തിലാക്കാനും കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ജനമേറെ ആഗ്രഹിച്ചൊരു പദ്ധതി നടപ്പിലാക്കാനാവുന്നതിൽ കേരള സർക്കാരിന് അഭിമാനമുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തിയും അവിടെ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജൂലൈയിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുള്ളത്. അത് വേഗത്തിലാക്കാൻ സർക്കാർ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുന്നോട്ട് പോകും. അതേസമയം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നോ എന്നത് വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറായില്ല. എന്നാൽ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി സംബന്ധിച്ച ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രം സംസ്ഥാനവുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് മലയാളം, ഡൽഹി.